ചലഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നു 10 രൂപ വെച്ച് 50 പേരുടെ നിന്ന് കളക്ട് ചെയ്യുക. അപ്പൊ നമ്മുടെ കയ്യിൽ 500 രൂപ കിട്ടും. അങ്ങനെ 50 പേരുടെ പേര് എഴുതിയിട്ട് നമുക്ക് നറുക്കിടുക. ആ നറുക്കെടുത്ത് കിട്ടുന്നവരിന്ന് ഒരാൾക്ക് ഈ 500 രൂപ മൊത്തം കൊടുക്കുക എന്നുള്ളതാണ് ചലഞ്ച്. അപ്പൊ എന്റെ ഈ പേഴ്സിനകത്ത് 500 രൂപയുണ്ട്. ഇത് പേരെഴുതിയിട്ട് ഇവരത് മടക്കിയും കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇത് നറുക്കിടാം, ആർക്കാ കിട്ടുമെന്ന് നോക്കാം കേട്ടാ. അപ്പൊ നറുക്കെടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. 50 പേരുടെ പേരെഴുതിയിട്ടുണ്ട്. ഈശോയെ ആർക്ക് കിട്ടുക? ആരായിരിക്കും? ടിക് ടിക്. ഇത് പിള്ളേരൊക്കെ വെയിറ്റ് ചെയ്യണം കേട്ടാ. രുക്മണി വെറുതെ റുക്കു ചേച്ചിക്കാണ് കേട്ടാ. ഞാൻ കൊറേ പറഞ്ഞു വെറുതെ എടുക്ക്, 10 രൂപയല്ലേ ചിലപ്പോ കിട്ടിയ 500 കിട്ടുമല്ലേ പറഞ്ഞപ്പോ ഇല്ല ഇല്ല പറഞ്ഞു. ഞാൻ നിർബന്ധിച്ച് എടുപ്പിച്ചാണ്. ഇപ്പൊ രുക്മണി ചേച്ചിക്ക് 500 രൂപ കിട്ടിയിരിക്കുകയാണ് കേട്ടാ. ഇനി ഇത് നമുക്ക് സർപ്രൈസ് ആയിട്ട് കൊണ്ടുകൊടുക്കാം കേട്ടോ. അതാ രുക്മണി. ഇതേ പിള്ളേര് ഇവിടെ കാവലിരിക്കണം. അവര് വിട്ടുവിട്ടു അവരുടെ പേര്, പക്ഷെ അവർക്ക് കിട്ടിയില്ല കേട്ടോ. അപ്പൊ രുക്മണി ചേച്ചിക്ക് നമ്മൾ 500 രൂപ കൊണ്ട് കൊടുക്കാൻ പോകട്ടാ. അവർക്ക് ഭയങ്കര സന്തോഷം. കാരണം എടുക്കണില്ല അവരുടെ നിർബന്ധിച്ചെടുത്താണ്. ലോട്ടറിയാണ് കേട്ടാ. കൊണ്ട് കൊടുത്തിട്ട് കാണിച്ചു തരാട്ടാ. സന്തോഷമായോന്ന് പിന്നെ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അവരുടെ മുഖത്ത് ആ ചിരി തന്നെ മതിയല്ല. അങ്ങനെ 10 രൂപ കൊണ്ട് രുക്കു ചേച്ചി 500 രൂപ ഉണ്ടാക്കിയിരിക്കുകയാണ്. 500 രൂപ കിട്ടിയാൽ ഓരോ മുട്ടായി. നല്ല മുട്ടായി വൈരാഗ്യാണ്. ഞാൻ കൊടുക്കാം അവർക്ക്. മതി മതി. അങ്ങനെ 500 രൂപ കിട്ടിയ സന്തോഷത്തിൽ രുക്കു ചേച്ചി നമുക്ക് കുറച്ച് മിഠായൊക്കെ തന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതുകൊണ്ട് അങ്ങ് വീട്ടിക്ക് പോവാ. അങ്ങനെ നമ്മുടെ 500 രൂപ ചലഞ്ചിൽ വിൻ ചെയ്തിരിക്കുന്ന രുക്മണി ചേച്ചിന് 10 രൂപ നമ്മൾ അവർക്ക് 500 രൂപ കൊടുത്തിരിക്കുകയാണ്. അതിന്റെ സന്തോഷത്തിൽ അവർ നമുക്ക് കുറച്ച് മിഠായി തന്നു. അപ്പൊ നമ്മളും ഹാപ്പി, 500 രൂപ കിട്ടി അവരും ഹാപ്പി.